I know. അങ്ങനെ കാത്തിരുന്ന് വിൻ്റർ അങ്ങ് കഴിഞ്ഞു, സ്പ്രിങ് വന്നു. പൂക്കൾ പൂത്ത് തുടങ്ങിയാൽ പിന്നെ എല്ലാ കൊല്ലം നമുക്കുള്ള ഒരു റുട്ടീൻ പോലെയാണ് നീലിൻ്റെ സ്കൂൾ പാർക്കിൽ കൊണ്ടുപോയിട്ട് എന്നെ എല്ലാ പൂക്കളും വിരിഞ്ഞത് കാണിച്ചു തരും 1 by 1. ഇത് റോസാണോ ചെമ്പരത്തിയാണോ അതോ കോളാമ്പിയാണോ എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. എല്ലാ പൂക്കളും കാണാൻ എന്തെന്നില്ലാത്ത ഭംഗിയാണ്. പിന്നെ ഈ പൂ, എൻ്റെ അമ്മോ, ഇതൊരു രക്ഷയില്ല. ഇതിൻ്റെ പേരാണ് മഗ്നോളിയ. ഇത് കഴിക്കാനും പറ്റും കേട്ടോ, തിന്നാനും പറ്റും അവിടെ കിടക്കുന്ന ഇതളുകൾ എന്ന് ഞാൻ ഇൻസ്റ്റയിൽ കൂടിയാണ് അറിഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു തിന്നാൻ പറ്റുമെന്നൊന്നും. എന്താണെങ്കിലും മണമൊന്നുമില്ല, പക്ഷെ ഒടുക്കത്തെ ലുക്കാണ്. പിന്നെ നീലിന് അവിടെ പോയി ഇരുന്ന് തലേണ വരെയായിട്ടാണ് ഓൻ പോയത്. അവിടെ പോയി കിടന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നത്.